ഡ്രാഗൺ ഇൻസ്പയർഡായ മലയാളത്തിലെ വാഴ ഇൻസ്പയർഡായ ഒരു ഫൺ കമ്മിങ് ഓഫ് ഏജ് പടമായിട്ടാണ് എനിക്ക് യൂത്ത് എന്ന സിനിമ ഫീൽ ചെയ്തത്. ഫണ്ണാണ്, എന്റർടൈനിങ് ആണ്. അതേപോലെ സെക്കൻഡ് ഹാഫിലൂടെ എത്തുമ്പോൾ ഡ്രാമ, ഇമോഷൻസ്, ഫാമിലി മൊമെന്റ്സ് ഒക്കെ അടങ്ങിയ ഒരു സിമ്പിൾ സിനിമ. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ പ്രവീൺ എന്ന പയ്യന്റെ അവന്റെ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പ്രണയങ്ങൾ, വിഷമങ്ങള്, കുരുത്തക്കേടുകള്, ഉഴപ്പത്തരവ് കാണിക്കുന്ന ഒരു നോർമൽ സിനിമ. പക്ഷെ അത് വളരെ രസകരമായിട്ടാണ് കെൻ എഴുതി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവരും കണക്ട് ആവുന്ന രീതിയിലും എല്ലാം റിലേറ്റ് ചെയ്യുന്ന രീതിയിലും കുറേ നിമിഷങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ ഡ്രാഗൺ, വാഴ പറഞ്ഞല്ലോ. ഈ രണ്ട് സിനിമകളിലെ അത്രയും ലെവൽ എത്തിയില്ലെങ്കിൽ പോലും കുറച്ചൊരു പടി താഴെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പടത്തിൽ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പ്രെഡിക്റ്റബിലിറ്റിയും ഒരു ഫാക്ടറായിട്ട് ഫീൽ ചെയ്തു. എന്നാൽ പോലും ഈ പടം എന്റർടൈനിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ മെയിൻ ഷോ സ്റ്റീലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കെൻ. കെൻ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കെന്നിനെ സ്ക്രീനിൽ കാണുന്ന ഒരു നിമിഷം എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഫ്യൂച്ചർ ഒരു സ്റ്റാർ മെറ്റീരിയലാണ് ഞാൻ കണ്ടത്. ഡാൻസിൽ ഒടുക്കത്ത ഡാൻസാ. അതേപോലെ സ്ക്രീൻ പ്രസൻസ്, പെർഫോമൻസ്, ഗ്രേസ് എല്ലാം കൊണ്ടും കെന്നിന് ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. ബിക്കോസ് കെൻ സ്ക്രീനിൽ വരുവാണെങ്കിൽ നമുക്ക് കെന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അത്രയും ക്യൂട്ടാണ്, അത്രയും ഗ്രേഷ്യസ് പെർഫോമൻസ് ആണ്. അത് ചിലവർക്കേ പറ്റുള്ളൂ. ഇനിയുള്ള സിനിമകളിൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഭാവമുണ്ട്, ഭാവിയുണ്ട്. ഇപ്പോൾ പ്രദീപ് രംഗനാഥൻ, അഭിഷൻ ജീവിന്ദ് ഇവരുടെ കൂടെ തന്നെ നമുക്ക് നിർത്താൻ പറ്റിയ ഒരു വളരെ പ്രോമിസിങ് ആയ ഒരു നടനായിട്ടാണ് ഞാൻ കെന്നെ കണ്ടിരിക്കുന്നത്. അതിന്റെ പുറകെ നമ്മുടെ സുരാജേട്ടൻ. സുരാജേട്ടൻ അഭിനയത്തെ പറ്റി എടുത്ത് പറയാൻ വല്ലതുണ്ടോ? ഈ ഒരു സിനിമയിൽ ഇതിനകത്ത് ഒരു ഇമോഷണൽ രംഗത്തിനെ പറ്റി ഞാൻ പറയാം. ഇതിനകത്ത് എല്ലാ ആക്ടേഴ്സും കുറേ ഇമോഷണൽ എക്സ്പ്രഷൻസ് കിടുന്നുണ്ട് ഇമോഷണൽ രംഗങ്ങളിൽ. സുരാജിന് അതൊന്നും വേണ്ട. കൈ വെച്ച് കുറച്ച് എക്സ്പ്രഷനും കണ്ണ് വെച്ച് കുറച്ച് മൈന്യൂട്ട് എക്സ്പ്രഷൻസ് അത് വെച്ച് നമ്മുടെ കണ്ണ് നിറപ്പിക്കും. അങ്ങനത്തെ ഒരു നടൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതേപോലെ കോമഡിയിലും സുരാജ് ഇതിനകത്ത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ദേവദർശിനി നന്നായിരുന്നു. കെന്നിന്റെ അച്ഛൻ, അമ്മ, ആ ഒരു ഫാമിലി മൊമെന്റ്സ് ഒക്കെ അതൊക്കെ ഈ സിനിമയിൽ നടന്ന മോസ്റ്റ് ചെറിഷ് ചെയ്യാൻ പറ്റിയ മൊമെന്റ്സ് ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിന്റെ പുറകെ ഈ സിനിമയുടെ 3 നായികമാര് അനിഷ്മ അനിൽകുമാർ ആസ് യൂഷ്വൽ വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയ റോൾ ചെയ്തിട്ടുണ്ട്. മീനാക്ഷി നന്നായിരുന്നു, പ്രിയാൻഷി യാദവും നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് കെന്നിന്റെ ഒരു 3-4 കൂട്ടുകാരുണ്ട്. അവര് സ്ക്രീനിൽ വരുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ ചിരിപ്പിക്കുകയും ചെയ്യും. അതേപോലെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു 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 സീൻ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. അത്രയും രസമായിരുന്നു. പിന്നെ ഇതിനകത്ത് വിഷ്വൽസ്, ജി പ്രകാശിന്റെ മ്യൂസിക് നന്നായിരുന്നു, വെൽ എഡിറ്റഡ് ആയിരുന്നു. ആൻഡ് കളർ ഗ്രേഡിങ് നന്നായിരുന്നു. കോമഡി, ആക്ഷൻ, റൊമാൻസ്, ഇമോഷൻസ്, ഫാമിലി, ഡ്രാമയൊക്കെ അടങ്ങിയ ഒരു പടം. നമ്മളിങ്ങനത്തെ സിനിമ കണ്ടുകൊണ്ട് ചോദിച്ചാൽ നമ്മൾ സിനിമ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഫണ്ണാണ്, എന്റർടൈനിങ് ആണ്, കണക്റ്റ് ആവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് എനിക്ക് ഫീൽ ചെയ്യേണ്ടത്. നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, തിയേറ്ററിൽ എൻജോയ് ചെയ്യാനുള്ള സാധനമുണ്ട്. കെന്നിനെ സപ്പോർട്ട് ചെയ്യുക. കെൻ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. റിട്ടൺ, ഡയറക്ടർ ആൻഡ് ആക്റ്റഡ് ബൈ കെൻ. സൂപ്പർ വർക്ക്. എന്തായാലും ഇന്ന് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.